ഞാൻ പറഞ്ഞു എങ്കിലും എൻ്റെ ശബ്ദം ഒത്തിരി പോക്കാം. അതായത് തൃശ്ശൂർ പശ്ചാത്തലമാക്കി, തൃശ്ശൂരിനൊരു ചരിത്രമുണ്ട്. വൈകുന്നേരങ്ങളിൽ തൃശ്ശൂർ റൗണ്ടിൽ ഒരുപാട് പേര് ചീട്ട് കളിക്കാനായിട്ട് വരും. അപ്പം അത് ഒരു വിനോദത്തിന് വേണ്ടിയുള്ളൊരു ചീട്ടുകളി ആണ് അത് അവിടെ നടക്കുന്നത്. അല്ലാതെ കാശ് വെച്ചോ അല്ലെങ്കിൽ ഒരു ക്രൈമൊന്നും അവിടെ നടക്കുന്നില്ല. ഒരുപാട് പേര് അതിന് അഡിക്റ്റാണ്. അപ്പോൾ അങ്ങനെ തൃശ്ശൂരിൻ്റെ പശ്ചാത്തലത്തിൽ പൂരങ്ങളും എല്ലാം നടത്തുന്ന ഒരു തൃശ്ശൂർ ബേസ്ഡ് ഒരുപാട് പടങ്ങൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്, നമുക്കറിയാം. പക്ഷേ അത് ബേസ്ഡ് ആയിട്ട് ഒരു ക്രൈം ത്രില്ലറാണ് ഈ പടം. അതിൽ കുറേ കഥാപാത്രങ്ങൾ ഒക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ അവർ എനിക്ക് എടുത്തു പറയത്തക്ക അഭിനയത്തിൽ തന്നെ കലാഭവൻ ജിൻഡോ, പിന്നെ ഹരീഷ് പേങ്ങൻ, ഇപ്പോൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല, ഞങ്ങളൊന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കഥാപാത്രങ്ങൾ, പിന്നെ താമരയായിട്ട് അഭിനയിച്ച പെൺകുട്ടി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പടം കുറച്ചുകൂടി നേരത്തെ ഇറങ്ങേണ്ട ഒരു പടമാണ്. ഇത്തിരി വൈകിപ്പോയി എന്നുള്ളത് മാത്രമേ. വലിയൊരു ഇതായിട്ടൊന്നും പറയാനില്ലെങ്കിൽ പോലും ഒരു ആവറേജ് പടത്തിൻ്റെ ഒരു ഇതിൽ പറയാം. പടം എനിക്കിഷ്ടപ്പെട്ടു. ഒരു സസ്പെൻസ് ക്രൈം ത്രില്ലറാണ്. അതിൻ്റെ സസ്പെൻസൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ജോജുവിൻ്റെ ശക്തമായിട്ടുള്ള തിരിച്ചുവരവാണ് ആരോ എന്ന സിനിമ ഇരിക്കുമ്പോൾ ഒരു സസ്പെൻസ് ത്രില്ലർ ഫാമിലി ഇമോഷണൽ ഡ്രാമയാണ്. അനിമോൾ ചേച്ചിയൊക്കെ ഗംഭീരമായിട്ട് തകർത്താറ്റിയിട്ടുണ്ട്. ഒരു ജീവിത നിമിഷങ്ങളുടെ കഥ പറഞ്ഞു പോകുന്ന വ്യത്യസ്തമായ കഥാപരിസരമാണ് സിനിമയുടെ തന്തു എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് ഹാഫ് കുറച്ച് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടെങ്കിലും സെക്കൻഡ് ഹാഫ് വരുമ്പോൾ സീരിയസ് ആയിട്ടുള്ള എലമെൻസാണ് കാണിക്കുന്നത്. കരീം എന്ന ഡയറക്ടറിൻ്റെ മികച്ച ഡയറക്ഷനാണ്. പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചിട്ടുണ്ട്. കിച്ചു, അനിമോൾ അവരൊക്കെ മികച്ചതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അജീഷ്, ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ ഒരു കഠിന പ്രയത്നമാണ്. 6 വർഷം സിനിമ പൂർത്തിയായിട്ട്. അപ്പോൾ 6 വർഷം മുമ്പുള്ള സിനിമയാണ് ഇപ്പോൾ റിലീസായിരിക്കുന്നത്. മികച്ചൊരു എൻ്റർടൈൻമെൻറ്റ് വാല്യുള്ള സിനിമയാണ്. സാമൂഹിക പശ്ചാത്തലമുള്ള സിനിമയാണ്. ഒരു തൃശ്ശൂരിൻ്റെ ഭംഗിയൊക്കെ കാണിക്കുന്ന മികച്ചൊരു എൻ്റർടൈൻമെൻറ്റ് വാല്യുള്ള സിനിമയല്ല. ഇപ്പോൾ അനുമോളുടെ പെർഫോമൻസ് കാണാനായിട്ട് തിയേറ്ററിൽ നിന്ന് കാണുക. ഓക്കെ, മൂവി റിലീസായി കുറച്ച് നാളിന് ശേഷം സ്ക്രീനിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന കാണാം. ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ ഇപ്പോഴൊക്കെ റീസെൻ്റ് കുറച്ച് ചെറുതാണെങ്കിലും സീരിയസ് ക്യാരക്ടറൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും ഒരു ഹ്യൂമർ സംഭവം റൂട്ട് ചെയ്യുന്നത്. എല്ലാം വർക്കൗട്ടായെന്നാണ് വിശ്വാസം. നിങ്ങളാണ് പറയേണ്ടത്, നമ്മളല്ല, നമ്മൾ അഭിനയിച്ചത്. എല്ലാവരും കാണണം. കാരണം ഇതൊരു ഭയങ്കര വലിയ പടവും ഒന്നുമല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ആർട്ടിസ്റ്റും അതിനകത്തുണ്ട്. ഒരു ചെറിയ പടമാണ്. പക്ഷേ ചെറിയ പടത്തിനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ടത് പ്രേക്ഷകരല്ല. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വരുന്നൊരു സമയം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പടത്തിനെ സപ്പോർട്ട് ചെയ്യണം. നന്നായിരുന്നു, ഇഷ്ടപ്പെട്ടു. ഒരു സർവൈവൽ കണ്ടൻ്റ് ഉള്ളൊരു മൂവിയായിട്ട് ഫീൽ ചെയ്തു. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെയൊക്കെയുള്ള ഒരു ശബ്ദമായിട്ട് അനുമോളിച്ചിൻ്റെ ക്യാരക്ടർ നന്നായിട്ട് നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ജോജി ചേട്ടനാണെങ്കിലും ഇപ്പോൾ പറഞ്ഞ കിച്ചു ആണെങ്കിലും എല്ലാവരുടെയും പെർഫോമൻസ് വൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നന്നായിരുന്നു. ജോജി ചേട്ടൻ്റെ പെർഫോമൻസിനെ പറ്റിയൊക്കെ എടുത്തു പറയേണ്ട ആവശ്യമുണ്ടോ? ഗംഭീരമായിട്ട് ചെയ്യത്തില്ല. നന്നായിരുന്നു. മൂവി അടിപൊളിയാണ്. ജോജു നന്നായിട്ടുണ്ട് ഇതിൽ, പോലീസ് വേഷത്തിൽ. കൊള്ളാം, മൊത്തത്തിൽ അടിപൊളിയാണ്. നല്ലതാണ്. നല്ല മൂവിയാണ്. കൊള്ളാം, കാണാം, കണ്ടിരിക്കാം. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.